പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ചേട്ടൻ എന്താണ് ചേട്ടൻ എന്റെ ജോലിയും കൂടെ കളയോ? അയ്യോ, ഞാൻ അതല്ല പിന്നെ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ചേട്ടൻ ഇവിടെ പണിയില്ലാന്ന്. അതെങ്ങനെ ശരിയാവും? ഞാൻ ഈ യൂണിഫോം ഒക്കെ തയ്ച്ച് റെഡി ചേട്ടൻ ആര് പറഞ്ഞു യൂണിഫോം തയ്ക്കാൻ? ഞങ്ങൾ പറഞ്ഞോ? അതെന്റെ ആത്മാർത്ഥതയാണ്. ചേട്ടാ, ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ചേട്ടൻ അന്നല്ലേ വരേണ്ടത്. ഇന്ന് വരാൻ ആരാ പറഞ്ഞത്? അന്ന് എന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണമല്ലായിരുന്നു? കല്യാണം കൂടി ചേട്ടാ സദ്യ ഉണ്ടല്ലോ, വൃത്തിയായല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ഞാൻ ആഗ്രഹിച്ചു വന്നൊരു ജോലിയാണ്, അതെനിക്ക് കിട്ടിയിരിക്കണം. ഹലോ, അതാണ് എന്റെ ചന്ദ്രൻ ചേട്ടാ. ഇവിടെ എന്താണ് പരിപാടി? ചന്ദ്രൻ ചേട്ടാ, നമ്മൾ സെക്യൂരിറ്റികൾ വേണ്ടിയുള്ള ഇന്റർവ്യൂ എടുത്തില്ലേ? അത് എന്നായിരുന്നു? കഴിഞ്ഞ ആഴ്ചയല്ലേ? നമ്മൾ 12 വരെ എടുത്തല്ലോ. എടുത്തോ? അപ്പൊ എന്നെ എന്തുകൊണ്ട് എടുത്തില്ല? ഇതാര്? ഇന്നാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞോണ്ട് ഈ ചേട്ടൻ വന്നേക്കണ്. എന്റെ പുറകെ നടക്കുക, എനിക്ക് പണിതാന്ന് പറഞ്ഞോണ്ട്. ചേട്ടാ, അത് നമ്മുടെ ഡേറ്റിന് വന്നാലല്ലേ നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് സ്റ്റാഫായി ഒരു കാര്യം ചെയ്യും, അടുത്ത വേക്കൻസി വരുമ്പോ വിളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ യൂണിഫോം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നത്, മനസ്സിലായില്ലേ? ചേട്ടാ, ഇവിടെ ഷൂട്ട് തുടങ്ങാറായി. എന്ത് ഷൂട്ട്? എന്റെ ജീവിതം കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ? സൗര, ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങളിപ്പോ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതാണ്? പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഞാൻ ഇത് തയ്പ്പിച്ചതാണ്. യൂണിഫോം ഒക്കെ തയ്പ്പിച്ചോണ്ട് ഞാൻ വന്നത്. ഞാൻ റെഡിയാണ്, ഞാൻ ഫിറ്റാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഡ്രസ്? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? നൈസാണ്. അയ്യോ, നൈസല്ല, കട്ടി തുണിയാണ്. ഞാൻ കട്ടി ശമ്പളം കൊടുത്തിട്ട് അടുപ്പിച്ചെടുത്താണ്. കട്ടി തൊട്ട് നോക്ക്. ചേട്ടൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊള്ളാമെങ്കിൽ പിന്നെ എന്നെ ജോലിക്ക് എടുത്തുകൂടെ? അല്ല, ഈ കമ്പ്യൂട്ടർ അറിയോ? എന്തോ കമ്പ്യൂട്ടർ അറിയോ? അങ്ങനെയാണെങ്കിൽ ജോലി എടുക്കാൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് അറിയെങ്കിലും കുഴപ്പമില്ല. അറിയാം, കമ്പ്യൂട്ടർ അറിയാലോ. പിന്നെ കമ്പ്യൂട്ടറിലെ MS ഓഫീസ് അറിയാമോ? അഡ്രസ് തന്നാ മതി, ഏത് ഓഫീസ് ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചോണ്ട് തരാം. MS ഓഫീസ് അല്ല, കേരളത്തിലെ ഏത് ഓഫീസ് ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരാം. അഡ്രസ് തന്നാ മതി. അതുപോട്ടെ, എക്സൽ പറ്റുമോ? എക്സൽ പറ്റത്തില്ല സാറേ, ഡബിൾ എക്സൽ വേണം. ഇവിടുന്ന് എക്സൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴോട്ട് പോകത്തില്ല. ഇവിടെ വരും. അതല്ല പറഞ്ഞത്, ഈ കമ്പ്യൂട്ടറിനകത്തുള്ള എക്സൽ. പിന്നെ തനിക്ക് കമ്പ്യൂട്ടർ അറിയാന്ന് പറഞ്ഞു. കണ്ടാ അറിയാം. കണ്ടാ അറിയാമോ? അത് കൊള്ളാവില്ലേ? അല്ലല്ലേ കാര്യം പറഞ്ഞായിരുന്നു എറണാകുളത്ത്. ചേട്ടാ, പക്രു ചേട്ടാ എന്റെ അടുത്ത് എറണാകുളത്ത് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് അന്ന് പറഞ്ഞല്ലേ? അല്ല, അതിപ്പോ വല്ലതും ഉണ്ടോ? വേക്കൻസി വല്ലതും ഉണ്ടോ? ഇന്റർവ്യൂ ഒരു ബോർഡ് ഞാൻ കണ്ടായിരുന്നു. അവിടെ വാക്കിൻ ഇന്റർവ്യൂ ആണോ? സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞെല്ലാം എഴുതിയൊക്കെ വെക്കാറുണ്ട്. എറണാകുളത്ത് വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? സാറേ, എനിക്കൊരു ജോലി മതി സാർ. അതിപ്പോ എറണാകുളം ആയാലും കാസർഗോഡ് ആയാലും എനിക്ക് ചേട്ടൻ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. വാക്കിൻ ഇന്റർവ്യൂ ആണ്. എന്തോ വാക്കിൻ ഇന്റർവ്യൂ? നമ്മുടെ പുളുസോ അതെന്തൊരു പരിപാടിയാണ്? ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ നടന്നു പോയിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വാക്കെടുക്കത്തില്ലേ? ഇവിടെ നിന്ന് നടന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇവിടെ വാക്കിന്റെ ഒരു അർത്ഥം തനിക്കറിയോ? വാക്ക് നടന്നു പോവാന്നല്ലേ? എന്റെ കൂട്ടുകാരെ, അതല്ല. അതായത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രാവിലെ 10 തൊട്ട് വൈകുന്നേരം വരും. അതിനകം നമുക്ക് എപ്പോഴെങ്കിലും ചെന്ന് ഇന്റർവ്യൂവിന് പങ്കെടുത്താൽ മതി. അതാണ്. അപ്പൊ നല്ല പരിജ്ഞാനമുണ്ട് ഇംഗ്ലീഷൊക്കെ. സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതിന് എന്തിനാണ്? ഇംഗ്ലീഷിന്റെ കാര്യമൊന്നുമില്ല. എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ പോലെ. സെക്യൂരിറ്റിക്ക് ഇനിയിപ്പോ ഇവിടെ ചാൻസ് ഇല്ല. വേറെ എന്താ ഇനി ഉള്ളത്? പറഞ്ഞുവിട്. ഡ്രൈവർ പണി ചെയ്യോ? ഡ്രൈവർ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ എന്ത് ശമ്പളം കിട്ടും? മാന്യമായിട്ടൊരു 10-12 രൂപ കിട്ടും. അയ്യോ, അത് പോരാ. എനിക്ക് 50,000 രൂപ വേണം. ഒരു ഡ്രൈവറിന് 50,000 ശമ്പളം? എനിക്ക് 50,000 രൂപ വേണം. എന്റെ സുഹൃത്തെ, പതക്കെ പറ, മണ്ടത്തരം പറയരുത്. ഒരു ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10,000 രൂപ തുടങ്ങും. പിന്നെ അങ്ങനെ പഠിപ്പിക്കേണ്ട ശമ്പളം. നിങ്ങൾക്കത് മണ്ടത്തരമായിരിക്കും, എനിക്കത് മണ്ടത്തരമല്ല. എനിക്ക് 50,000 രൂപ വേണം. ഇവിടെ ഒരു ഡ്രൈവറിന് സാധാരണ ഇത്രയും രൂപ ഉള്ള സമയത്ത് തനിക്ക് എന്തിനാണ് ഇത്ര 3 മടങ്ങ് ശമ്പളം? 3 മടങ്ങും? 1 മടങ്ങ് പോലും ഇല്ല. ആയിരിക്കുന്ന മനുഷ്യനാണെന്നറിയോ? അതാരാണ് അപ്പൊ ചോദ്യം? ജോലി തരാന്ന് പറഞ്ഞ ആളാരാണ്? അദ്ദേഹം ഒരു പാട്ടുകാരനല്ലേ? അദ്ദേഹത്തിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അങ്ങനെ 4 കർണം മാടി ഇവിടെ വന്നൊരു പാട്ട് പാടിയിട്ട് കൂളായിട്ട് അങ്ങ് പോകും. അത് ജനങ്ങൾക്ക് മൊത്തം അറിയാലോ. പക്ഷെ എന്നോട് അത് പാടാൻ പറഞ്ഞാലോ? എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ 3 മാസം എവിടെയെങ്കിലും പോയി പഠിച്ചാലല്ലേ എനിക്ക് ഒരു പാട്ട് പാടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ ആ പാട്ടും തന്നെ ഡ്രൈവിംഗ് തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. പഠിക്കണ്ടേ? ചുമ്മാ ചാടിക്കറി അങ്ങനെ ചെന്നാൻ പറ്റുമോ? അതിന് ചെലവുണ്ട്. എന്റെ ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഒരു അല്പം ഉത്തരവാദിത്തം കാണിക്കണം. അതല്ലേ അതെന്റെ ഒരു മര്യാദ. പ്രത്യേകിച്ച് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കമ്പനിയാ. അപ്പൊ എന്തായാലും ഉത്തരവാദിത്തം വേണം. അതെ, ഉത്തരവാദിത്തമാണോ? എന്നാ എനിക്ക് ആ ജോലി വേണം. ജോലി കിട്ടും. ഞാൻ 3-4 കമ്പനികളുടെ ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരും പറയുന്നത് നീയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈ ജോലി തരണം. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? പറഞ്ഞോളൂ. ഇപ്പൊ ചേട്ടന് ഞങ്ങളുടെ ഈ കമ്പനിയിൽ ജോലി കിട്ടി അങ്ങ് വിചാരിക്കുക. അയ്യോ സാറേ, 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ടും 2 ദിവസത്തെ ലീവും വേണം.
ജോലി കിട്ടിയ സന്തോഷത്തിൽ എനിക്ക് ഫാമിലി ആയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനാണ് 2 ദിവസം എന്നെ വെറുതെ വിടണം സാർ പ്ലീസ്. ചേട്ടാ ജോലി കിട്ടിയിട്ടൊന്ന് വിചാരിക്കാനാ പറഞ്ഞത്. അത് ജോലി തന്നിട്ടില്ല. ചേട്ടൻ ഇവിടെ എടുക്കാൻ പറ്റുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ. നോക്ക്. ഇപ്പൊ കണ്ട 10-15 നിലയുള്ള ഒരു കെട്ടിടമായത്. അതെ. ചേട്ടൻ സെക്യൂരിറ്റി ആയിട്ട് ഒരു 10ാമത്തെ നിലയിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അയ്യോ ഞാൻ 10ാമത്തെ നിലയിലോ? വിചാരിക്കാം. പെട്ടെന്ന് അവിടെ തീപിടുത്തം ഉണ്ടായി. എന്നാ ചേട്ടൻ ഒന്ന് സങ്കല്പിക്ക്. പെട്ടെന്ന് അവിടെ തീപിടുത്തം ഉണ്ടായതൊന്ന് സങ്കല്പിക്കണം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. ഇതിനാണ് അവിടെ നിൽക്കുന്നത്. ചേട്ടാ തീ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ അവിടെ തീ പിടിച്ചിട്ടില്ല എന്നങ്ങ് സങ്കല്പിച്ച പ്രശ്നം തീർന്നില്ലേ? ചേട്ടൻ ഇന്റർവ്യൂവിന് വരാൻ നന്നായി കേട്ടാ. നന്നായി. നിങ്ങൾ മുന വെച്ച് സംസാരിക്കുന്നു എന്തോ. സുഹൃത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ സെക്യൂരിറ്റി പണി വേണം. പിന്നെ പണി വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഞാനിവിടെ ജോലിക്ക് ആക്കിന്ന് വെക്കുക, രാത്രി ഒരു 12 മണിയൊക്കെ ആയി, വേറെ ആരും ഇവിടെ സെക്യൂരിറ്റികളില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കിടപ്പുണ്ട്. അത് എന്നെ പറഞ്ഞു സുഹൃത്ത്, നിങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞങ്ങൾ മാത്രം നിന്ന് അനുഭവിക്കും. ശരി, നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ആചാരബാഹ്യമായ ഒരു മനുഷ്യൻ, അത്യാവശ്യം കരാട്ടെ കുമ്പോ ചൂടൊക്കെ പഠിച്ച ആരോഗ്യവനായ ഒരു മനുഷ്യൻ നേരെ നടന്നു വന്ന് നിങ്ങളുടെ മുന്നിൽ കത്തി നീട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ടെന്ന് പറയും. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കത്തി എന്റെ പെണ്ണുപിള്ളക്ക് പെരുമാറാനായിട്ട് ഞാൻ അടുക്കളയിൽ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് രാകുന്നതിന് വേണ്ടി അതിന് വേണ്ട സാമഗ്രികളും ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അന്യന്റെ കത്തി എന്തിനൊക്കെയാണ് പറഞ്ഞു വിടുന്നു? പിന്നെ പറഞ്ഞു വിടും മര്യാദയ്ക്ക്, അതാണ് നല്ലത്. ചേട്ടൻ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്ന ഈ വല്ല അക്രമികളൊക്കെ വന്ന അവര് മാരക ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുമെന്നാ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. ഇത് മൊത്തം ടൂൾസ് ആണ്. എന്ത് ടൂൾസ്? തുറന്നു നോക്ക്. ഞാൻ തുറന്നു. ഇതെന്തോടാ ഇത്? കത്തി, തോക്ക്, ഇതെന്തൊക്കെയാ സംഭവം? അത് മുളക് പൊടി. എന്റെ പൊന്നോ, നമ്മളെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നതിന് വേണ്ടി ഞാൻ സൂക്ഷിച്ച് എപ്പോഴും കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഒരു കള്ളൻ വന്നെന്ന് വിചാരിച്ചാ ഞാൻ അവരെ ഇങ്ങനെ കത്തി എറിഞ്ഞു വീഴ്ത്തും. അതും കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ തോക്കിൽ വെടിവെച്ചു വീഴും. അല്ല, ഈ കുട കൊണ്ടുള്ള സംഭവം എന്താ പറഞ്ഞു? കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആക്രമണം തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? അതേ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞാൻ കുട കൊണ്ട് നടക്കുന്നത്. ഇത് സാധാരണ കുടയല്ലേ? ഇത് സാധാരണ കുട അല്ലേ കുഞ്ഞേ. ഇത് പിന്നെ ഇതിനകത്തൂടെ കുത്തിക്കഴിഞ്ഞാൽ കത്തി ഇറങ്ങില്ല. അത് ശരി, കത്തി ഇറങ്ങില്ല. ആസിഡ് ഒഴിച്ചാൽ പോലും നമുക്ക് എഫക്റ്റീവ് നമ്മളെ അത് ബാധിക്കില്ല. അയ്യോ ചേട്ടനാ, നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ടത്തരായി പോയി. നമുക്ക് ആരെങ്കിലും കളഞ്ഞ ദേഹത്ത് ആക്കാൻ. ഇതാണ് ഞാൻ നിങ്ങളോട് വാശി പിടിക്കുന്നത്. എന്നെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ചേട്ടാ, ഒരാളെ കളഞ്ഞിട്ട് ചേട്ടൻ എടുക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കത്തി കൊണ്ട് കുത്തിയാൽ പോലും കീറാത്ത ഇത്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത്. എന്ത് കമ്പനിയാണ് ഇത്? തങ്കപ്പൻസ് കുട. തങ്കപ്പൻസ് കുടയാണ്. അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ കമ്പനി ഉണ്ടോ? അയ്യോ, അത് തങ്കപ്പൻസ് എന്ന് പറയുന്ന കമ്പനി അല്ല, എന്റെ മുത്തച്ഛന്റെ പേരാണ്. എന്റെ മുത്തച്ഛന്റെ കൂടെയായിരുന്നു. അച്ഛന് കൈമാറി, അച്ഛന് ശേഷം ഇപ്പൊ എന്റെ കയ്യിലായത്. അത് ശരി, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുടയുടെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടി ഇതിൽ ഞാൻ ഏത് ഒരു ആയുധം എടുത്ത് സാറിനെ ഒന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതൊന്ന് കാണിക്കാൻ പറ്റും? കത്തി വേണ്ട, കത്തി വെച്ചേരെ. ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ ഉള്ളത് ഞാൻ ആസിഡ് എടുക്കാൻ പറഞ്ഞു. മുളപൊടി എടുത്തോളൂ. അതെടുത്തിട്ട് അപ്പൊ ഞാനിപ്പോ അത് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ രാത്രിയിൽ ഒരു പാവമാണല്ലോ, ഞാനൊരു പാവത്താനെ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കും, അഭിനയിച്ചിരിക്കും. അപ്പൊ നിങ്ങളൊരു കള്ളനെ പോലെ വന്നിട്ട് എന്റെ കണ്ണിൽ മുളക് പൊടി വിതറിയിട്ട് തനിക്ക് അകത്തു പോകാനുള്ള പരിപാടിയിലാണ് വരുന്നത്. സാധാരണ ഇപ്പൊ കള്ളന്മാരെ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യുന്നു അല്ലെങ്കിൽ മറികടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഡെമോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന് മുളക് പൊടി കീച്ചണം. എവിടെ? മുഖത്ത് കീച്ചണം. കേട്ടാ? ഞാനിപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ ദൂരെ നിന്ന് വരണം. ശരി. ഒരു മാർജാരനെ പോലെ. അരെ മാർജാരൻ. റെഡി? 1, 2, 3. എറിയരുത്. കുട കംപ്ലൈന്റ് ആണ്, എറിയരുത്. കൊട തുറക്കേട്ടോ. അയ്യോ, ആരോട് പറഞ്ഞാലോ? അയ്യോ ചേട്ടൻ ആ സമയത്ത് കൊട തുറക്കാനില്ല ചേട്ടന്. കൊട തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടുവരാവോ? താനല്ലേ പറഞ്ഞ കുട തുറക്കുന്നു, അതുകൊണ്ടല്ലേ ഞാനത് മുളക് പൊടി എടുത്തെറിഞ്ഞത്. പിന്നെ താനും തുറന്നു കേടാണ് ഞാൻ അറിഞ്ഞോ? പിന്നെ വരുന്ന കള്ളന്മാരെല്ലാം തന്റെ അടുത്ത് വന്ന് ചേട്ടാ റെഡി 1, 2, 3 എന്ന് പറയുമ്പോ ഞാൻ മുളക് പൊടിയാണെന്ന് പറഞ്ഞു വരും. താൻ പോടാ കളഞ്ഞതല്ല. നിനക്ക് വേറെ പണിയെന്നല്ലോ വെച്ചാൽ പോകാൻ നോക്കാൻ അങ്ങോട്ട്. എങ്ങോട്ടാ പോട്ട്? ഹലോ, വഴി അങ്ങോട്ടാ ചേട്ടാ. അങ്ങോട്ട് നേരെ പൊക്കോ. നേരെ പൊക്കോ. എത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞതാ എന്റെ പുറകെ നടക്കരുതെന്ന്.